സമകാലീന ലോകത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഞെട്ടല് തോന്നുന്ന രീതിയിലുള്ള തട്ടിപ്പുകളുടെ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ കാതുകളിൽ വന്നു ചേരുന്നത്. ഓരോ പ്രഭാതത്തിലും നമ്മൾ കാണുന്ന വ്യത്യസ്ത രീതികളിലുള്ള തട്ടിപ്പുകൾ, വ്യത്യസ്ത മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തട്ടിപ്പുകളുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു തട്ടിപ്പ് മേഖലയാണ്. ആ മേഖലയെ പറ്റിയുള്ള വിശേഷങ്ങളും വാർത്തകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്, ഒത്തിരി തരത്തില്. എങ്ങനെയെങ്കിലും നമ്മുടെ കാശ് കീശയിലാക്കി നമ്മളെ കബളിപ്പിച്ചിട്ട് ധനവാന്മാരാകാൻ വേണ്ടിയിട്ടും ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പണിയെടുക്കാതെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ തട്ടിപ്പിനെ കണ്ടെത്തി അല്ലെങ്കിൽ അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ആൾക്കാർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണ് വിസ തട്ടിപ്പ് എന്ന് പറയുന്നത്. പണ്ട് കാലം തൊട്ടേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നവമാധ്യമങ്ങളുടെ ഒരു രംഗപ്രവേശനത്തോടു കൂടി അല്ലെങ്കിൽ അതിന്റെ ഉപഭോഗം വളരെ ഗണ്യമായി വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ തട്ടിപ്പുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട്, എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മേഖലയെ യൂസ് ചെയ്തുകൊണ്ട് തട്ടിപ്പിനെ വിപുലപ്പെടുത്തി മുമ്പോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. വിസ തട്ടിപ്പ് അല്ലെങ്കിൽ വിദേശ രാജ്യ റിക്രൂട്ട്മെന്റ്, എഡ്യൂക്കേഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ PR എടുത്തു കൊടുത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തി അവിടെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് ആണ്. ഈ എംപ്ലോയ്മെന്റ് കാര്യത്തിൽ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയും തട്ടിപ്പ് വളരെ 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 വലിയ രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പലർക്കും എവിടെ പ്രതികരിക്കണമെന്നറിയത്തില്ല, എങ്ങനെ പ്രതികരിക്കണമെന്നറിയത്തില്ല, ആരോട് പറഞ്ഞാൽ ഇതിന് പരിഹാരം കിട്ടുമെന്നറിയത്തില്ല. കുറെ പേര് ഇത് ജാള്യത കാരണം, ലജ്ജ കാരണം ഇത് പുറത്തു പറയാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അങ്ങനെ വലിയ ശൃംഖലയുടെ വലിയൊരു കണ്ണിയിൽ ചെന്ന് പെട്ടുപോകുന്നതായിട്ടുള്ള സാഹചര്യം ഓരോരുത്തർക്കും പറയാനുണ്ടാവും, ഓരോ തരത്തിൽ പറയാനുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇത് ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കാവുന്നത്, ഇതിനെതിരെ എന്ത് പ്രിക്കോഷൻസ് ആണ് നമുക്ക് എടുക്കാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കുന്നത്. ഈവൻ ഞാൻ അടക്കം ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ആരും ഇതിൽ നിന്നും മാറി നിൽക്കുന്നില്ല. വളരെ ഡീപ്പായിട്ട് ചിന്തിച്ച് വളരെ കണിങ്ങായിട്ട് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ലോബികളുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സാധാരണഗതിയിൽ ഇതിൽ ചെന്ന് പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തവരാണ് അധികവും പോയി പെടുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ ചുരുങ്ങിയ ചെലവിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു പറ്റിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഈ ഒരു മാർഗത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ കഷ്ടപ്പാടും എല്ലാം മാറും എന്നൊക്കെ പറഞ്ഞൊരു എന്താ പറയുന്ന ആ രീതിയിൽ ചിന്തിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് നമ്മളെ ചൂഷണം ചെയ്യുന്നവരാണ് അധികവും. അപ്പൊ ഇവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും ആണ്. കാരണം അപ്പർ ക്ലാസ്സിന് ഇതിനകത്ത് കിട്ടത്തില്ല. കാരണം അവർ നല്ല ഏജൻസിക്ക് കാശ് കൊടുത്ത് കുറച്ച് കൂടുതൽ തുക കൊടുത്താലും വേണ്ടില്ല, കൃത്യമായിട്ട് ചെന്ന് എത്താൻ പാകത്തിനുള്ള രീതിയിൽ അവർ കാര്യങ്ങളെ കണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അവരെ പറ്റിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവരിൽ ചിലരെയും പറ്റിക്കപ്പെടുന്നുണ്ട്, അവരിൽ ചിലരും പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഒരു 99% ലോ ക്ലാസ് ഓർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഈ ഒരു പറ്റിപ്പിനകത്ത് ചെന്ന് വീഴുന്നത്. അങ്ങനെ ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ആർക്കും ഒന്നും പറയാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഒരു അധികാരികളും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല, ആരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നവമാധ്യമങ്ങളിൽ 1-2 ഈ പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെട്ടു എന്ന് പറയാം, അല്ലാതെ ആരും ഈ പറയുന്ന പോലെ അപമാന നിമിത്തം ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനകത്ത് ശക്തമായി പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇത്തരം രീതിയിലുള്ള ഈ ഒരു ശൃംഖലയെ നമുക്ക് തകർത്ത് കളയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഈ അന്യായമായി പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇത്തരം രീതിയിലുള്ള കബളിപ്പിച്ച് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന
ഇത്തരക്കാരെ നേരിടേണ്ടത് നമ്മുടെ ഇന്നത്തെ സാമൂഹികമായിട്ടുള്ള ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഇതിന് എല്ലാവരും കൈകോർത്ത് നിൽക്കണം. വഞ്ചിക്കപ്പെട്ടവരും നിങ്ങളെല്ലാവരും ഇതിനകത്ത് ശക്തമായിട്ട് ഇതിനെ പ്രതികരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം. അപ്പോൾ ഈ കൊച്ചു കേരളവുമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് ബന്ധിപ്പിച്ച് നമ്മളിത് പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ യുവാക്കന്മാര് വിദേശ രാജ്യങ്ങളിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അതിന് പല റീസണുകളാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു സോഷ്യൽ സെറ്റപ്പ്, രണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിലിന്റെ അപര്യാപ്തത, മെച്ചപ്പെട്ട ജീവിത നിലവാരം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് മുമ്പോട്ട് വരുന്നത്. ഒരുപക്ഷെ നമ്മളിൽ ഓരോരുത്തരും അത്തരം വാർത്തകളെ നേരിട്ടോ അല്ലാതെയോ അഭിമുഖീകരിച്ചിട്ടുള്ള ഇത്തരം ക്രൈമുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരായിരിക്കാം. അപ്പം ഈ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അധികം ഈ സൈബർ ക്രൈം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ്. കാരണം കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ നല്ല അഭ്യസ്ത വിദ്യരാണ്. അപ്പോൾ ഇവിടെ നിന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ജോലി സാധ്യത, സ്റ്റാറ്റസ്, കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ യുവജനങ്ങളിൽ അധികം പേരും ഇപ്പോൾ വിദേശ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. ഈ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടെ പോയി നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുക, സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുക. പഴയ തലമുറകളെ പോലെയല്ല, അവർക്ക് ഗൃഹാതുരത്വവും അല്ലെങ്കിൽ ഈ ഹോം സിക്നെസ് ഒക്കെ അവർക്ക് വളരെ കുറവാണ്. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇപ്പം ഹോം അവേ ഹോം ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രാജ്യത്ത് പോയി അവിടെ ഒരു വീട് പോലുള്ള ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം വീട് പോലെ ആ രാജ്യത്തെ തൻ്റെ ഒരു ഹോംലാൻഡ് പോലെ ആക്കിക്കൊണ്ട് മാറ്റി അവിടെ തൻ്റെ ഭാവി കാലത്തെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് പലരും ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ നിങ്ങളും ഞാനും ഒക്കെ ഉൾപ്പെടും. അപ്പോൾ നമ്മുടെ ഈ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു വിഭാഗം ഇന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വലിയൊരു ശൃംഖലയാണ് അതിന് പിന്നിലുള്ളത്. ഈ ശൃംഖല പലപ്പോഴും എന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് മോഹന വാഗ്ദാനം തരും. ഇല്ലാത്ത സ്വപ്നങ്ങളൊക്കെ നമ്മളെ കാണിക്കും. അവിടെ അതുണ്ട്, അവിടെ ഇതുണ്ട്, അവിടെ അങ്ങനെ വരും, അവിടെ ഇങ്ങനെ വരും. ഒരുപക്ഷെ നമ്മൾ എലിജിബിൾ അല്ലെങ്കിൽ പോലും നമ്മളെ എലിജിബിൾ ആണെന്ന് ആക്കി തീർക്കുവാൻ. നമ്മുടെ കാര്യം അവർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ കീശയിലിരിക്കുന്ന കാശ് അവർക്ക് അടിച്ചെടുക്കണം. പലപ്പോഴും ഇവിടെ നിന്ന് പോയി വിദേശ രാജ്യങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടെ നല്ല കുടുംബത്തിൽ, നല്ല തറവാട്ടിൽ, നല്ല ജീവിത നിലവാരം ഉണ്ടായിരുന്നവരൊക്കെ പലപ്പോഴും വിദേശ രാജ്യത്ത് ചെന്ന് ഏറ്റവും മോശപ്പെട്ട ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും അവിടെ ജീവിക്കുക, ശരിക്കും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ നല്ലൊരു പാർപ്പിട സൗകര്യം പോലും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നാട്ടിൽ നിന്നും വളരെ സന്തോഷത്തോടെ ടാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോയ ആൾക്കാർക്ക് തിരിച്ചൊരു ബിഗ് സീറോ ആയിട്ട് നാട്ടിലേക്ക് വന്നാൽ ഇവിടെ നിന്നും നേരിടുന്ന ചോദ്യങ്ങളും അതേപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള അപമാനവും ഒക്കെ ഭയന്നിട്ട് പലരും ഇന്ന് വിദേശ രാജ്യത്ത് എങ്ങനെയൊക്കെയോ ജീവിച്ച് മുമ്പോട്ട് പോകുന്നു. ഇപ്പൊ ഇവിടെ നിന്നും വിദേശ രാജ്യത്തേക്ക് പോകുന്നവർക്ക് മോഹക്കൊട്ടാരം പണിതു കൊടുക്കുകയാണ് ഇത്തരം തട്ടിപ്പ് വീരന്മാർ ചെയ്യുന്നത്. ഇതൊരു വലിയ ശൃംഖലയാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി മാത്രം ഇത് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇതിന് പിന്നാമ്പുറങ്ങളിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വലിയൊരു ലോബി ഇതിന് പിന്നിൽ ഉള്ളത് കൊണ്ടാണ് ഈ തട്ടിപ്പുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ, വളരെ കൃത്യമായിട്ട് തന്നെ, വളരെ ഈസി ആയിട്ട് ഇവർക്ക് ആൾക്കാരെ അതിലേക്ക് കൊണ്ടുപെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അത്തരം മേഖലയിൽ തട്ടിക്കപ്പെട്ട വലിയൊരു കൂട്ടമാണ് ഇപ്പോൾ നമുക്കറിയാം. ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ട ന്യൂസാണ്. ട്രംപ് വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാരെ മുഴുവനും തിരിച്ചു നാട്ടിലേക്ക് കയറ്റിവിടും. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഇന്ത്യക്കാർ വിട്ടത്, ഇതെനിക്ക് തോന്നുന്ന ഇന്ത്യക്കാരെ മുമ്പ് വിട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത്രയധികം ആൾക്കാരെ ഒരുമിച്ച് ഇന്ത്യയിലേക്ക് കയറ്റിവിടുക, ഇത്തരം രീതിയിൽ ഒരു സംഭവ ബഹുലമായ ഒരു കാര്യം നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, ഇവരെ കബളിപ്പിച്ച് കൊണ്ടുപോയതാണ്. ഈ കബളിപ്പിച്ച ട്രാവൽ ഏജൻസികൾ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ കളിക്കുന്ന ലോബി, ഈ കബളിക്കപ്പെട്ടവർക്ക് മോഹന വാഗ്ദാനം കൊടുത്തുകൊണ്ട്
അമേരിക്കയിൽ അവർക്ക് നല്ല തൊഴിൽ സാധ്യതയുണ്ടെന്നും നിങ്ങളെ അമേരിക്കയിൽ കൊണ്ടുപോയി സെറ്റിലാക്കാമെന്നും നിങ്ങൾക്ക് അവിടെ PR എടുത്തു തരാമെന്നും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പലരെയും ഇതിൽ നിന്ന് കബളിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടാകുക. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് അമേരിക്ക അല്ലേ, വലിയ സമ്പന്ന രാജ്യമല്ലേ, അപ്പൊ സമ്പന്ന രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ജോലി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലൈഫിന് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കളർഫുൾ ആണ്, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങൾ നേടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് ഇവരുടെ കയ്യിലിരിക്കുന്ന കാശ് ആദ്യം ഈ തട്ടിപ്പുകാർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരുമിച്ച് അങ്ങോട്ട് മേടിക്കല്ല എന്ന്. നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ചിലപ്പോൾ ഒരു 50,000 രൂപയായിരിക്കും മേടിക്കുക, അല്ലെങ്കിൽ ഒരു 1,00,000 രൂപയായിരിക്കും മേടിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് ഒരു 50,000 രൂപ മേടിച്ചിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള പേപ്പർ ഇവർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഫേക്ക് ആയിട്ടുള്ള പേപ്പർ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ശരി 50,000 ഞാൻ കൊടുത്തല്ലോ, അപ്പൊ എനിക്ക് അതിനുള്ള പേപ്പർ കിട്ടി. ഈ പേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ പറയും നിങ്ങളൊരു കാര്യം ചെയ്തു, ഒരു 1,50,000 രൂപയും കൂടെ നിങ്ങൾ ഇട്ടുകൊണ്ടാണ്. അപ്പൊ എത്രയായി? ഇങ്ങനെ പതിയെ ക്രമേണയാണ് ഇങ്ങനെയുള്ള ഈ ഒരു ട്രാപ്പിലേക്ക് ഇവരെ കൊണ്ടുപോയിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ അമേരിക്കയിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, വളരെ കീറാമുട്ടിയായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരു അമേരിക്കൻ വിസ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. കാരണം അവരുടെ ഇമിഗ്രേഷൻ പോളിസി എന്ന് പറയുന്നത് അത്രയും സ്ട്രിക്റ്റ് പോളിസിയാണ്. ആ പോളിസിയെ നമുക്ക് അതിന്റെ കടമ്പകളെ കടക്കുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും ഇത് റിജക്റ്റ് ആയി പോവാറാണ് ഉള്ളത്. പേപ്പറും ഡേറ്റയൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അമേരിക്കൻ വിസ കിട്ടത്തുള്ളൂ. അപ്പോൾ അമേരിക്കൻ വിസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പല ആൾക്കാരെയും എന്ത് ചെയ്യുക, അവര് ക്യാൻവാസ് ചെയ്യുന്നു, ഞങ്ങളുടെ ആൾക്കാർ അവിടെ ഉണ്ട്, നിങ്ങളെ സേഫായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോയറുണ്ട്, അവിടെ ടീമുണ്ട്, ഒരു കൃത്യമായിട്ട് നിങ്ങളെ പിക്ക് ചെയ്ത് നിങ്ങളെ എവിടെങ്കിലും പാർപ്പിച്ച് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ നൽകിക്കൊണ്ട് അവിടുത്തെ ടെമ്പററി റെസിഡൻഷ്യൽ കാർഡൊക്കെ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിക്ക് ഇറങ്ങാമെന്നെല്ലാം പറഞ്ഞുള്ള ഒരു സെറ്റപ്പ്, ഒരു എന്താ പറയുക, കാസലിന്റെ എയർ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവം, ഒരു മോഹക്കൊട്ടാരം കെട്ടിക്കൊടുക്കുകയാണ് പലപ്പോഴും ഇത്രയും ഏജന്റുമാർ ചെയ്യുന്നത്. വളരെ വിദഗ്ധമായിട്ട് വാചക കസരത്തിലൂടെ ഈ ആൾക്കാരെ ഇവരെ ഇതിൽ പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലർക്കും ശരിക്കും പറഞ്ഞ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളൊരവസ്ഥയിൽ കൊണ്ടുവന്ന് ഇവരെ എത്തിക്കും. അതാണ് ഇത്തരം ലോബികളുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പല ഗഡുക്കളായിട്ട് മേടിച്ചുകൊണ്ട് നമുക്ക് ഈ പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഓർത്ത് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതെ പിന്നെയും ഇവരുടെ വലയിലേക്ക് പോയി വീഴുകയാണ് സാധാരണ. പിന്നെന്ന് പറഞ്ഞാൽ അത്ര രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെയൊക്കെ ഉള്ളത് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്ന ഒരു റിയാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവര് പലപ്പോഴും സംസാരിക്കുക. അപ്പൊ അങ്ങനെ പറഞ്ഞ് ട്രാപ്പിലാക്കപ്പെട്ട വലിയൊരു കൂട്ടമാണ് ഇന്നിപ്പോ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. ഇവരെ മെക്സിക്കൻ ബോർഡർ വഴിയോ അല്ലെങ്കിൽ കനേഡിയൻ ബോർഡർ വഴിയോ ഒക്കെ ഇവരെ അമേരിക്കയ്ക്കുള്ളിലേക്ക് കയറ്റാമെന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ രീതികളിലെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ, പക്ഷെ അമേരിക്കൻ ബോർഡർ ഫോഴ്സ് വളരെ കൃത്യമാണ്, വളരെ സ്ട്രോങ് ആണ്. അവരെ പിടിച്ച് തടങ്കിൽ പാർപ്പിക്കുന്നു, തിരിച്ച് കയറ്റിവിടുന്നു. കുറച്ചുപേരെ ജയിലിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ള വിവരമാണല്ലോ ഇപ്പം വന്നവര് കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ വിരൽ ചൂണ്ടുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തട്ടിപ്പ് പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു നിയമമോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് വീരന്മാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടേസ്റ്റ് എന്താണെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടുള്ള ഡേറ്റകൾ നമ്മളുടെ ബ്രൗസിങ്ങിലേക്ക് കൊണ്ടുവരുന്നു, നമ്മളെ ആ സ്ക്രീൻ ചെയ്ത് കാണിക്കുന്നു, അതിൽ നമ്മൾ ആകൃഷ്ടരാകുന്നു, വീഴുന്നു. അപ്പൊ പലപ്പോഴും ഫേക്ക് ആയിട്ടുള്ള ഓഫറുകൾ തന്നുകൊണ്ട് ഇവർ നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ 2022 മുമ്പ് എനിക്ക് ഇതേപോലെ ഒരു യുക്രൈൻ വിസയുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഒരു വ്യക്തി, ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പറയുന്നതിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ, കൊല്ലത്തുള്ള ഒരു സഞ്ജയും ഒരു കെവിനും പറഞ്ഞിട്ട് 2 ചെക്കന്മാര്, അവന്മാര് ഈ യുക്രൈനിൽ പോയി അവിടെ താമസിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ റിക്രൂട്ട് ചെയ്യുന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് പൈസ മേടിച്ചു. എന്റെ പൈസ പോയിട്ടുണ്ട് കേട്ടോ, നിങ്ങളോട് തുറന്നു പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി കൂടുതൽ പറയാൻ വേണ്ടി സാധിക്കും.
അങ്ങനെ യുക്രൈനിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ആദ്യം മേടിക്കുന്നു. ആ 1 ലക്ഷം രൂപ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ കെബിൻ എന്ന് പറയുന്നവൻ കൊല്ലത്ത് ഇപ്പോൾ ശക്തികുളങ്ങരയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ അപ്പന്റെ പേര് ഐസക് എന്നാണ്. അപ്പോൾ ഈ ഐസക്കിന്റെ അക്കൗണ്ടിലേക്ക് ഇവൻ എന്നെ കൊണ്ട് പൈസ ഇടിപ്പിക്കുന്നു. ആ പൈസ ഇട്ടതിന് ശേഷം ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് നാളുകൾക്ക്, എനിക്ക് 1-2 ആഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു വർക്ക് പെർമിറ്റ് അയച്ചിരുന്നു. ഈ വർക്ക് പെർമിറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷം പിന്നെയും എൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ മേടിക്കുന്നു. അത് ഈ കെബിനും സഞ്ജയ് എന്ന് പറഞ്ഞിട്ടുള്ള 2 പേര് ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി എനിക്ക് പണി തന്നത്. അങ്ങനെ ഇവന്മാർ എനിക്ക് അയച്ചു തന്ന വർക്ക് പെർമിറ്റ് നമുക്കിതിനെ പറ്റി വലിയൊരു ഗ്രാഹ്യം അന്നത്തെ സമയത്ത് ഇല്ലായിരുന്നതുകൊണ്ടും നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് വിദേശ രാജ്യത്തൊക്കെ ഒന്ന് പോയി നമ്മുടെ ലൈഫൊക്കെ ഒന്ന് കളറ് പിടിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് മുൻപരിചയങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ടും ഇത് വിശ്വസിച്ചു. വർക്ക് പെർമിറ്റ് വന്നു. ഈ വർക്ക് പെർമിറ്റ് വന്ന് കുറച്ച് നാളുകളായി, എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് വിസ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ വിസ വരുന്ന 1 ഡേറ്റ് കഴിഞ്ഞു, 2 ഡേറ്റ് ആയി, 3 ഡേറ്റ്, അങ്ങനെ പല ഡേറ്റുകൾ കഴിഞ്ഞു പോയപ്പോൾ നമ്മൾ ഇവന്മാരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ സംഭവം ഒരു തട്ടിപ്പാണെന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏജൻസി ആവണമെന്നില്ല, അതിൽ വ്യക്തികളാവാം. ഈ നമ്മുടെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് അവന്റെ കീശയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പിന്നെ നമ്മൾ അവന്റെ സ്ലേവ്, അവന്റെ ആ ഒരു അടിമയുടെ ഒരു സെറ്റപ്പാണ്. കാരണം നമുക്ക് പിന്നെ ഈ പൈസ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ 1.5 ലക്ഷം രൂപ ഞാൻ റിക്കവർ ചെയ്തെടുക്കുക. പക്ഷെ ഇപ്പോഴും എനിക്ക് 1 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ഇപ്പോൾ 4 വർഷം തികയാൻ പോകുന്നു എൻ്റെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ മേടിച്ചിട്ട്. എനിക്ക് പല രീതികളിലൂടെ പൈസ തരാം എന്നൊക്കെ പറഞ്ഞു, ഞാൻ പല ഗഡുക്കളായിട്ടെങ്കിലും എനിക്ക് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇതുവരെയും ആ ഒരു പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ 2022 കേസ് കൊടുത്താണ് കൽപ്പറ്റ സ്റ്റേഷനിൽ ഞാനൊരു കേസ് കൊടുത്തിട്ട് ഇന്നിപ്പോ 2025 ഇതുവരെ ഒരു പ്രാവശ്യം പോലും ആ ഒരു കേസ് കോടതിയിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള തുടർ നടപടികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും ഇപ്പോൾ ആ സ്റ്റേഷനിലില്ല. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഒന്നും നമുക്കൊരു വിവരമില്ല. ഒരു FIRന്റെ ഒരു കോപ്പി നമുക്ക് തന്നിട്ടുണ്ട്, അത് മാത്രമാണ് ഈ ഒരു കാര്യത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ FIRന്റെ ഒരു കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒരു തുടർ നടപടികളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ പലപ്പോഴും ഈ തട്ടിപ്പുകാർക്ക് പ്രചോദനം നൽകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾ ഉണ്ട്. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ ഒരു പണം റിക്കവർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിന് അവര് നിൽക്കത്തില്ല, നിയമം അനുവദിക്കുന്നില്ല. പിന്നെ കോടതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കോടതി പലപ്പോഴും ഈ ഒരു കേസൊക്കെ പരിഗണിച്ച് വരുമ്പോൾ ചിലപ്പോൾ 5, 10, 15 കൊല്ലം കഴിയും. അപ്പോഴത്തേനും നമ്മൾ ഏകദേശം ഒന്നെങ്കിൽ നമ്മൾ തട്ടിപ്പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണോ. ഇവര് വിദേശ രാജ്യങ്ങൾ മറ്റൊരു അവസരം തേടി കിട്ടിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് കയറിപ്പോകും. അപ്പോൾ ഈ കേസ് എന്തായി, ഈ കേസ് എന്ന് പറഞ്ഞാൽ തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ്. അപ്പൊ ഇത്തരം നിയമത്തിലെ പഴുതുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് വീരന്മാർ വളരെ ശക്തമായി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പലരെയും തട്ടിപ്പിന് ഇരകളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നവമാധ്യമങ്ങളിലൂടെ ഈ വഞ്ചന നടത്തുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു ലൈസൻസ് ഉണ്ടാവില്ല, ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവര് പൈസ മേടിക്കുന്നത് തന്നെയാണെങ്കിൽ പോലും വളരെ വിചിത്രമായ രീതികളിലാണ് ഇവർ പൈസ മേടിക്കുന്നത്. അപ്പൊ ഇത്തരക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും രംഗത്ത് വരത്തില്ല. ഇവർ ഈ ഒളിമറയിൽ തരുന്നുകൊണ്ടാണ് ഈ പരിപാടികൾ മുഴുവനും ഒപ്പിക്കുന്നത്. പിന്നെ ഒന്നെങ്കിൽ UAE അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ഓഫീസ് ഉള്ളവരായിരിക്കും ഈ നവമാധ്യമങ്ങളിലൊക്കെ ഈ പോസ്റ്റ് ഇട്ട് ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നു. ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയാണ്, അങ്ങനെയുള്ള ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ പോയി വീഴരുത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഏജൻസികൾ, ഓൺലൈൻ ഏജൻസികളിൽ ഒരു 99% തട്ടിപ്പ് തന്നെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൈ നനയാതെ ആ മീനെ പിടിക്കുക, അവന്റെ കീശയിൽ കൊണ്ടുപോവുക, ഒരു പണിയും എടുക്കാതെ സുഖിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ വിയർപ്പ് ചോരയാക്കി മാറ്റിയ
ഈ പണം ഉപയോഗിച്ചുകൊണ്ട് സുഖിക്കാൻ വേണ്ടിയിട്ട്, ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാര് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരക്കാരാണ് ഇത്തരം പോസ്റ്റുകളും ഇത്തരം രീതിയിലുള്ള ജോബ് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ ശരിയായ ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓഫീസ് ഉണ്ടാവും, അവർക്ക് ലൈസൻസ് ഉണ്ടാവും, അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും, പറയുന്ന ഡേറ്റ് കൃത്യമായിരിക്കും, പേപ്പർ വർക്കിന്റെ രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മാത്രവുമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഓഫർ കിട്ടിയിട്ട് നിങ്ങളെ നിന്ന് കാശ് മേടിച്ചിട്ട് ആ ഓഫർ ഫുൾഫില്ല് ചെയ്യാതിരിക്കുന്നുവെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ കയ്യിൽ നിന്ന് റിക്കവറി സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ നമുക്ക് നഷ്ടപരിഹാരം ഈടാക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള നിയമസാധ്യതകളൊക്കെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ നിയമത്തിന്റെ എല്ലാ സെറ്റപ്പുകളും ഫോളോ ചെയ്തു പോകുന്നതായിരിക്കും ഇത്തരം ശരിയായ ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ എന്ന് പറയുന്നത്. അല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വാലും തുമ്പും ഉണ്ടാവില്ല, അവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കൃത്യത ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് വേണം ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരിയായ ഏജൻസി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ നമുക്ക് കൃത്യമായ വിവരങ്ങൾ തരുന്നുണ്ട്. എന്നാൽ മറ്റ് ഏജൻസികൾ ഇത് തട്ടിപ്പാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവരെ ഫോളോ ചെയ്യണം. നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നിടം വരെ അവർ നമ്മളെ ഫോളോ ചെയ്യും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഇവരൊരു വിവരം തരത്തുള്ളൂ. പലപ്പോഴും പല കാരണങ്ങളും പറഞ്ഞ് ഇവര് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ. പിന്നീട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യത്തിൽ നിന്ന് മുഷിഞ്ഞ് ക്വിറ്റാവണം എന്നൊരു തരത്തിലേക്ക് അവർ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പൊ എത്തിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ ഇത്ര രൂപയായി, ഇവിടെ ഇത്ര രൂപയായി, അതിന്റെ പേപ്പർ വർക്കിന് ഇത്ര രൂപയായി, അതുകൊണ്ട് നമ്മൾ ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1 രൂപ പോലും നമുക്ക് കിട്ടത്തില്ല. ഏതെങ്കിലും രീതിയിൽ തരാൻ ഉദ്ദേശിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ട്രാപ്പിലൂടെ കൊണ്ടുവന്ന് ചാടി ചതം അടയ്ക്കും. പിന്നെ നമ്മൾ ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 5,000 രൂപ പോലും തിരിച്ച് കിട്ടിയെന്നും വരത്തില്ല. ഇത്തരക്കാരുടെ ഒരു സൂത്രപ്പണി ഇങ്ങനെയൊക്കെയാണ്. നമ്മളെ മുഷിപ്പിച്ചതിന് ശേഷം നമ്മളായിട്ട് ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുക എന്നുള്ള. അവരൊരിക്കലും പറയത്തില്ല ഞങ്ങൾ തരത്തില്ല എന്ന് പറയത്തില്ല. അവർ പറയുന്ന ഇതാണ്, തരും, അത് ഇങ്ങനെയാണ് സാർ, അത് അവിടെ ആ പ്രശ്നമാണ് സാർ. അപ്പൊ ഈ 16-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16-ാം തീയതി 15-ാം തീയതി നമ്മൾ വിളിച്ചു ചോദിക്കണം. അപ്പൊ പറയും അടുത്ത 25-ാം തീയതി എന്ന് പറയും. 25-ാം തീയതി കഴിഞ്ഞാൽ അടുത്ത മാസം 5-ാം തീയതി. അങ്ങനെ ഡേറ്റുകൾ മാറ്റി നമ്മളെ മാക്സിമം മുഷിപ്പിക്കും. ഒരു ദിവസം ഒരു പൂട്ടിക്കെട്ടി പോവുകയും ചെയ്യും. അപ്പൊ ഇത്തരം ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ 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 കെയർഫുൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ ഒരു പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട പാസ്പോർട്ട് പോലുള്ള നമ്മുടെ ഡോക്യുമെന്റുകൾ കൈമാറാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ മാധ്യമങ്ങൾക്കൊന്നും കൃത്യമായി ഒരു പേയ്മെന്റ് മെത്തേഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ലീഗലായിട്ടുള്ള നല്ലൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ബൈ ഹാൻഡ് ആയിട്ട് ക്യാഷ് മേടിക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ സ്കാനർ ഉപയോഗിച്ചോ ഒന്നും പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ല. കറക്റ്റായിട്ട് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. കൃത്യമായ രീതിയിൽ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിക്കുക. ഇപ്പൊ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ പോയി, കാര്യമൊക്കെ ശരിയാണ്, ഇന്നതാണ്, എല്ലാം സംഭവം സത്യമാണ്. പക്ഷെ ഓൺസ് നമ്മൾ ചെയ്ത പൈസ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളായിട്ട് ചുറ്റിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഈ ചുറ്റിക്കുന്ന രീതിയിൽ പിന്നെ നമ്മൾ കംപ്ലൈന്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി നമ്മൾ ഏതെങ്കിലും ആപ്പ് വഴിയൊക്കെ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ കൈമലത്തും. ഒത്തിരി പ്രശ്നങ്ങളാണ് ഈ മേഖലയിലുള്ളത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ എന്ന് പറയാം, ഒത്തിരി പ്രശ്നങ്ങൾ. അത് പലപ്പോഴും നമ്മളെപ്പോൾ ഇല്ലാത്തവരെ എവിടെന്നെങ്കിലുമൊക്കെ കടവും പലിശയ്ക്കും ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോയി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടതായ രീതികളിൽ വരെ നമ്മളെ കൊണ്ടുവന്ന് ഇവരെത്തിക്കും. അപ്പോൾ ഈ ഏജൻസികളൊക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മളെ പച്ചയായിട്ടങ്ങ് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പച്ചയായിട്ട് വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കീശയിലേക്കുന്ന കാശ് മുഴുവനും പിടിച്ചു പറിച്ച് മേടിക്കും. പിന്നെ അവസാനം നമുക്ക് ഒന്നും ഓഫർ ചെയ്തതും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് പല അവധികളും കേട്ട് മടുത്ത് അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ പറ്റുമോ, പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ വിചാരിക്കുന്നത്,
ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ നിങ്ങൾക്ക് ഇത്രയൊക്കെ നിങ്ങൾ കാര്യങ്ങളെ പറ്റിയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇത്തരം മാധ്യമങ്ങൾ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ പോയി ഈ അബദ്ധത്തിൽ ചാടിയോ, നിങ്ങൾ മണ്ടന്മാരാണല്ലോ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ നിരാശപ്പെട്ടിരിക്കുന്നത്, നമ്മൾ പിന്നെ ഒരു വലിയൊരു കുഴിക്കകത്തോട്ട് വീണു പോയ ഒരു അവസ്ഥ പോലെ നമുക്ക് കയറി വരാൻ പറ്റും. മാനസികമായിട്ട് വലിയ തകർച്ച നേരിടുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പലപ്പോഴും പലരും ഇതൊന്നും പുറത്തു പറയാറില്ല. ഇങ്ങനെ പലരും പുറത്തു പറയാതിരിക്കുന്നതും ഇത്തരം ഈ ഏജൻസികൾ ഇത്രയും തട്ടിപ്പ് വീരന്മാർക്ക് ഒരു പ്രചോദനമാണ്. കാരണം ഒരുത്തനെ തട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മിണ്ടാതിരുന്നു, അവൻ പിന്നെ പൈസയും ചോദിക്കുന്നില്ല, കേസും ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, അവനെ കൊണ്ട് ശല്യമില്ല, അപ്പൊ പിന്നെ അടുത്തവരെ ആക്കാം. അങ്ങനെ പലരുടെ കയ്യിൽ നിന്നും പൈസ ഇവരിങ്ങനെ ഭീമമായ തുക മേടിച്ചു കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവര് ഈ തട്ടിപ്പിലൂടെ ഉണ്ടാക്കുന്നത്. രീതികൾ പലിശയ്ക്കൊക്കെ വരെ എടുത്തു കൊടുക്കുന്നവരുണ്ട്, പലരും കൈവായ്പയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ചൊക്കെ. പിന്നെ എത്ര നാളെ വരെ കിടന്ന് അധ്വാനിച്ചാലും ഒന്നും ഈ പേയ്മെന്റ് ഒന്നും എവിടെയും അവരെ കൊണ്ട് കൊടുത്തു തീർക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് പലരും ആത്മഹത്യ എന്ന് പറയുന്നൊരു കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാനും പറ്റത്തില്ല. പലരും വിസ ഇപ്പൊ വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് സുഹൃത്തുക്കളോടും പലരോടും ഒക്കെ പറഞ്ഞ് ഞാൻ ഇന്നടുത്ത് പോവുകയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർക്ക് പോകാൻ പറ്റാതാകുമ്പോഴത്തേന് അപമാന ഭാരം, എന്തോരം പ്രശ്നങ്ങൾ അവരുടെ കുടുംബജീവിതത്തിൽ അവര് പലപ്പോഴും ഒരു സൈക്കാട്രിക് പേഷ്യന്റായി മാറുന്നതായിട്ട് വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവർ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സർക്കാർ ഇതിനെ കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇത്തരം ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമം ഇതുവരെയും അതിനകത്തൊരു കാൽവെപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതും ഇത്തരം തട്ടിപ്പ് വീരന്മാർക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലുവാനും അവരെ വഞ്ചിക്കുവാനും ഉള്ള അവസരമാണ് ലഭിക്കുന്നത്. കൃത്യമായ ലൈസൻസും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസും ഒന്നും ഈ ഒരു രീതിയിൽ പോസ്റ്റിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറയാത്ത ഇത്തരം ഈ എന്താ പറയുന്ന വ്യാജ പോസ്റ്റുകളും കാര്യങ്ങളും ഒന്നും സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൈബർ ശൃംഖലയിൽ പ്രവർത്തിക്കുന്നവര് ഇത് ഉണർന്ന് ഇതിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപാട് പേരെ ഈ ഒരു കെണിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. കുറച്ച് ജീവനുകളെങ്കിലും ഈ തൂക്കുകയറിയുന്നോ വിഷക്കുപ്പിന്നോ ഒക്കെ രക്ഷപ്പെടാനും കൂടി ഇതൊക്കെ ഉപകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് എന്റെയോ നിങ്ങളുടെയോ മാത്രം കഥയല്ല കേട്ടോ. ഒരുപാട് മനുഷ്യന്മാർക്ക് ഇത്തരം വലിയ ഭീമമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ തട്ടിപ്പ് വീരന്മാരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി ആരും ഉണർന്ന് സംസാരിക്കുന്നതായിട്ട് ഞാൻ എവിടെയും കാണുന്നില്ല. നമ്മുടെ പല ചാനലുകൾ പോലും, വാർത്താ മാധ്യമങ്ങൾ പോലും ഇത്തരക്കാർക്ക് പരസ്യങ്ങൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഇത്തരക്കാരുടെ പരസ്യങ്ങൾ അവരുടെ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരുപാട് വഞ്ചനയാണ് നടക്കുന്നത്. ഈ വഞ്ചനയുടെ ലാഞ്ചന എല്ലായിടത്തും ഉണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ട്. നമുക്ക് തോന്നും ഇതൊക്കെ എല്ലാം സത്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഒന്നുമല്ല. സത്യം പറയുന്നവൻ എപ്പോഴും നേരെ ചൊവ്വേ കാര്യങ്ങൾ പറയും. അല്ലാത്തവനെല്ലാം വളഞ്ഞു പിടിക്കും. നിങ്ങളെ അങ്ങനെ ആക്കി തരാം, നിങ്ങൾക്ക് ഈസി ആക്കി തരാം, മറ്റേതാക്കി തരാം, മറിച്ചാക്കി തരാം എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ തട്ടിപ്പാണ്. എപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഹിസ്റ്ററി ഉള്ളവൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ നമ്മുടെ തല കൊണ്ടുവച്ച് കൊടുക്കാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കരയും. നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാവുമായിരിക്കും. നിങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ വന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു അറിവുമായിരിക്കും. ഇത്തരം ചതികളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതൊരു പ്രചോദനമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഒരിക്കലും നമ്മൾ ഈ ഒരു ഓൺലൈൻ മാധ്യമങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. കൃത്യമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നമ്മളോട് വാമൊഴിയാൽ ആ വിദേശ രാജ്യത്ത് പോയി അവർ കുഴപ്പമില്ല എന്ന് അവരൊരു സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഒരുപാട് പേരെ അയച്ച ഒരു ഹിസ്റ്ററി ഉള്ള നല്ല ഒരു സ്ഥാപനത്തിലൂടെ ത്രൂവേ നിങ്ങൾ പോകാവൂ. നിങ്ങൾ പോയില്ലെങ്കിൽ പോയില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ കടവും ഈ പലിശയ്ക്കും ഒക്കെ എടുത്ത് കൊടുത്ത് വലിയൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനവും കിട്ടത്തില്ല, നല്ലൊരു ജീവിതവും കിട്ടത്തില്ല. പിന്നെ കഷ്ടപ്പാട് മുഴുവനും ഈ പലിശയ്ക്കെടുത്ത് കൊടുത്തതും അല്ലാതെ
വിറ്റ് പറക്കി കൊടുത്തതിനൊക്കെ ഇനി റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, റിക്കവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അധ്വാനിച്ചെടുക്കുന്നതാണ്, അല്ലാതെ ഈ കൊടുത്തവന്മാർ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും തരാൻ പോകുന്നില്ല. ആ പൈസയും മോഹിച്ച് നിങ്ങൾ പോവുകയും വേണ്ട. കേസും വഴക്കുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടുത്തെ നിയമം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിയമത്തെ കുറ്റം പറയുമല്ല, വളരെ സ്ലോ ആണ്, വളരെ സ്ലോ ആണ്. ഞാൻ എൻ്റെ കേസ് പറഞ്ഞല്ലോ, 4 വർഷമായിട്ടും എനിക്ക് എൻ്റെ 1 ലക്ഷം രൂപ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് നമ്മളല്ലെങ്കിൽ പിന്നെ വല്ല ക്രിമിനൽ ആവേണ്ടി വരും. ഇവന്മാരെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കിട്ടുമോ? നമ്മള് പിന്നെ ക്രിമിനൽ ലിസ്റ്റിൽ പെടുത്തി നമ്മുടെ ഭാവി തൊലഞ്ഞു. ഇതൊക്കെ ഇവർക്ക് അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇത്തരം ലോബികൾ കളിക്കുന്നത്. ഇത്തരം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക്, ഈ ഡോക്ടറും എഞ്ചിനീയർമാർക്കും അല്ല IT പ്രൊഫഷണൽസിനും ഒക്കെ, അവർക്കൊന്നും ഒരിക്കലും ആരുടെയും ഡോറിൽ പോയി നോക്ക് ചെയ്ത് പോകേണ്ട കാര്യമില്ല. അവരെ തേടി അവസരങ്ങൾ ഇങ്ങോട്ട് വരും. അല്ലാതെ നമ്മളെ പോലെ ഡിഗ്രിയും അല്ലെ പ്രൊഫഷണൽ കോഴ്സ് എടുക്കാതെ സാധാ കോഴ്സുകളൊക്കെ എടുത്ത് പഠിച്ച് ഇവിടെ ഇങ്ങനെ ഡിഗ്രി ചെയ്തവരും PG ചെയ്തവരും ഒക്കെ ഉണ്ട്. ഒത്തിരി പേര് ഈ തട്ടിപ്പിന് വിധേയരായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. അപ്പൊ നമ്മളെപ്പോലുള്ളവർക്ക് പോയി പല ഡോറുകളിലും മുട്ടേണ്ടതുണ്ട്. ഈ മുട്ടുന്ന ഡോറൊന്നും ശരിയാവണമെന്നില്ല എപ്പോഴും. അതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 0.5% അല്ലെ ഒരു 1% ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്നതിലും പക്കയായിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ എത്തിക്കാവുന്നിടത്ത് എത്തിക്കാമെന്ന് പറഞ്ഞിടത്ത് എത്തിക്കുകയും തരാമെന്ന് പറയുന്നത് തരികയും ചെയ്യുന്നവർ. ബാക്കിയൊക്കെ എത്തിക്കാമെന്ന് പറയുക മാത്രമേ ഉള്ളൂ, തരാമെന്ന് പറയുള്ളൂ. പക്ഷെ നിങ്ങളുടെ കയ്യിരിക്കുന്ന മുഴുവനും പിടിച്ചു പറിച്ച് മേടിച്ചു കൊണ്ടുപോയി നിങ്ങളെ വെറും വെറും ഒരു അടിമയാക്കി തീർക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അവൾ ഇനിയെങ്കിലും എനിക്ക് യുവതലമുറകളോടും നമ്മളുടെ ഓരോ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എൻ്റെ കൂട്ടുകാരുടെ എക്സ്പീരിയൻസിൽ നിന്നും പറയാനുള്ളത്, ഇന്നും നമ്മൾ കേട്ട വാർത്തയുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും പറയാനുള്ളത്, ഒരിക്കലും ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്ക് കൊണ്ടുപോയി നിങ്ങൾ പൈസ കൊടുക്കരുത്, ഇങ്ങനെയുള്ള ഏജന്റുമാർക്ക് കൊണ്ടുപോയി കൊടുക്കരുത്, അവരുടെ മോഹന വാഗ്ദാനങ്ങളിൽ ഒന്നും പോയി നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്, വീഴരുത്. ഇത് മുഴുവൻ കാപട്യമാണ്. നിങ്ങൾക്ക് ഉറപ്പ് വരുത്തി 100% ഇത് പക്കയാണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ഓരോ ഓഫീസ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യും. അവർ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അവർ കൃത്യമായ അക്കൗണ്ട് വെരിഫൈ ചെയ്ത് ആ അക്കൗണ്ടും ഈ പറയുന്ന ആളും ഒക്കെ എല്ലാം കണക്റ്റഡ് ആണെന്നുള്ള ഉത്തമ ബോധ്യവും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെന്റ് കൊടുക്കാവൂ. മുമ്പ് അയച്ചവരുടെ ഡേറ്റ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് അവരുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് സത്യമാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ പൈസ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പൈസയും വിലപ്പെട്ട ഡോക്യുമെന്റും കൊടുക്കരുത്, നിങ്ങൾ കുടുങ്ങും. ഇന്ന് ഈ വിഷയം ഇപ്പോൾ പലരും പുറത്തു പറയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഒന്ന് അവരുടെ അഭിമാനമാണ്, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ അവർക്ക് ഇതൊന്നും പറയാനുള്ള ഒരു ധൈര്യമില്ല. പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് കാര്യം സാധിക്കാന് എന്നുള്ളൊരു ചിന്തയുണ്ട്. ഇപ്പൊ എൻ്റെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം പറയുന്നതിനകത്ത് എനിക്കൊരു സങ്കോചമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക, കെയർഫുൾ ആയിട്ട് മാത്രം ചെയ്യുക. വിദേശ രാജ്യത്ത് പോയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ല, നല്ലൊരു അവസരം വരുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ഇത്തരം രീതിയിലുള്ള തട്ടിപ്പ് വീരന്മാരുടെ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് സാധിക്കുകയും നിങ്ങൾ വിചാരിക്കുന്ന നല്ലൊരു ഡെസ്റ്റിനേഷനിൽ ചെന്ന് നല്ല ജോലിയുമായി മുമ്പോട്ട് പോകാനും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുവാനും ഒക്കെ ഇടയായിത്തരും. അല്ലാത്ത പക്ഷം എല്ലാം പോവും, നിരാശയാവും, അവസാനം സൈക്യാട്രിസ്റ്റ് എന്നെ കാണേണ്ട അവസ്ഥ വരെ നിങ്ങൾക്കുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പോലെ ആത്മഹത്യ എന്നുള്ള ഒരു സെറ്റപ്പിലേക്കൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങും. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പറ്റി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ടോ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ബൈ.